ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് 18 സീറ്റുകൾ UDF നേടിയപ്പോൾ ആരും മറക്കാത്തൊരു പേരുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രതിപക്ഷ നേതാവ്, ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. കോൺഗ്രസ് പാർട്ടിയുടെ മൂവർണ്ണക്കൊടിയുടെ മാറ്റുകൂട്ടാൻ എന്നും ചന്ദ്രശോഭയോടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്ന നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. മഹേഷ് പാറയ്ക്കൽ. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പാണിത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ മഹേഷ് പാറയ്ക്കൽ എന്ന കൊട്ടാരക്കരയിലെ കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം. കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അന്നൊക്കെ പാർട്ടിയെ തിരിച്ച് പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവരാനോ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയങ്ങൾ സമ്മാനിക്കാനും കഴിവുള്ള ഏക നേതാവാണ് രമേശ് ചെന്നിത്തല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ ചെറുപ്പകാലം തൊട്ട് തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയം മാത്രം നടത്തുന്ന ആളുകൾക്ക് അറിയുമോ എന്നറിയില്ല. രമേശ് ചെന്നിത്തല എന്ന നേതാവ് ദേശീയ തലത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയം ഡൽഹിയിൽ സോണിയാഗാന്ധിക്കും നരസിംഹറാവുവിനുമൊപ്പം പ്രവർത്തിക്കുന്ന കാലഘട്ടം. അന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ താളം തെറ്റി പാർട്ടി അടപടലം ചിന്നിച്ചിതറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുകയും ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ആ സന്ദർഭത്തിൽ ഡൽഹിയിൽ ദേശീയ നേതാവായി മിന്നിത്തിളങ്ങി മികച്ച പ്രവർത്തനം നടത്തി നിൽക്കുന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ സോണിയാഗാന്ധി വിളിക്കുന്നു. കേരളത്തിലേക്ക് പോകണമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്ത് KPCC പ്രസിഡന്റ് ആകാൻ നിർദ്ദേശിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും അന്ന് തുടങ്ങിയ പോരാട്ടം കൊണ്ട് ഒരു KPCC പ്രസിഡന്റ് എന്ന ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് പാർട്ടിയെ തകർച്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് അങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുകയും ലീഡർ കെ കരുണാകരൻ എന്ന നേതാവിനെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സുവർണ കാലഘട്ടമായി അറിയപ്പെട്ട കാലം ആയിരുന്നു രമേശ് ചെന്നിത്തല എന്ന KPCC പ്രസിഡന്റിന്റെ കാലഘട്ടം. ഇന്ന് ഇന്ത്യ മുന്നണി സഖ്യം ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തുമ്പോൾ സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധി കേരളത്തിന് പകരം ഇന്ന് മഹാരാഷ്ട്ര ഏൽപ്പിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞതും രമേശ് ചെന്നിത്തല എന്ന നേതാവിന്റെ പഴയ KPCC പ്രസിഡന്റ് കാലമാണ്. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് പ്രത്യേക ചുമതല നൽകി അയക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. പല ഘടകകക്ഷികളും വിട്ടുപോകുന്ന സ്ഥിതി, ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ രമേശ് ചെന്നിത്തല എന്ന നേതാവ് മഹാരാഷ്ട്രയുടെ പ്രത്യേക ചുമതല ഏറ്റെടുത്ത് ചെന്നതോടെ അവിടുത്തെ ശിവസേന അടക്കമുള്ള പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തുകയും ഭിന്നിക്കപ്പെട്ടവരെ എല്ലാം കൂട്ടി യോജിപ്പിക്കുകയും മഹാവികാസ് ആഘഡിക്ക് മികച്ച വിജയം സമ്മാനിച്ച് ഒരു സീറ്റിൽ കിടന്ന കോൺഗ്രസ് മുന്നണിക്ക് എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒന്നിൽ നിന്ന് 13 സീറ്റ് നേടി ഇന്ത്യ മുന്നണി സഖ്യത്തിന് മികച്ച വിജയം സമ്മാനിക്കാനും കഴിഞ്ഞു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലാണെങ്കിലും ദേശീയ തലത്തിൽ മറ്റ് എവിടെയായാലും കേരളത്തിലെ പോലെ തന്നെ പ്രവർത്തനം നടത്താൻ കഴിയുന്നത് ചെന്നിത്തല എന്ന നേതാവിന്റെ ഭാഷാപാഠിന്യം ആണ്. പല ഭാഷകളിലും നന്നായി സംസാരിക്കാൻ രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ പോലെ കഴിവുള്ള മറ്റൊരു മലയാളി നേതാവ് ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഒന്ന്, ഭാഷാപാഠിന്യം. രണ്ട്, ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം. ഇത് രണ്ടുമാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ വേണ്ടത്. അത് രമേശ് ചെന്നിത്തലയോളം ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ മറികടക്കാൻ മറ്റൊരു നേതാവില്ല എന്നതും സത്യമാണ്. രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ മെനയാനും അത് കൃത്യമായി പ്രയോഗിക്കേണ്ട സമയങ്ങളിൽ പ്രയോഗിക്കാനും കഴിയുന്നതും ഈ രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവുമാണ്. ആ കഴിവാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയോടൊപ്പം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെയും ചുമതല ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിരുന്നു. ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ വരണമെന്നും KCക്ക് ഒപ്പം ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ തെരഞ്ഞെടുപ്പ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെന്നും KC വേണുഗോപാലിലൂടെ ആലപ്പുഴയിലെ LDFന്റെ ഏക കനൽത്തരി ആരിഫിനെ പരാജയപ്പെടുത്തുമെന്നും KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും പറഞ്ഞതും രമേശ് ചെന്നിത്തല എന്ന നേതാവാണ്. അത് ആലപ്പുഴയിൽ സംഭവിക്കുകയും ചെയ്തു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മികച്ച വിജയം നേടി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മഹാരാഷ്ട്രയ്ക്കൊപ്പം കേരളത്തിലും തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുകയും ഒരേ സമയം 2 സംസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ വിശ്രമമില്ലാതെ പ്രവർത്തനം നടത്തിയ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവ് ഉണ്ടാകില്ല. കേരളത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത്
കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്കും UDFനും മികച്ച വിജയം നേടിക്കൊടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ച് 2ഇടത്തും മികച്ച വിജയം നേടിക്കൊടുക്കാൻ പ്രവർത്തനം നടത്തിയ രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ നാളെ ഒരുപാട് പേർക്ക് മാതൃകയും ആവേശവുമാകും. വരും തലമുറയ്ക്ക് മാതൃകയായി പഠിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള ലോകമറിയുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന നേതാവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകർക്കും അഭിമാനിക്കാം. ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന മഹേഷ് പാർക്കൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ കുറിപ്പ്.